ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. എല്ലാവർക്കും 110 സെക്ഷനും പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകാൻ ഒരു മടി. അതുകൊണ്ട് ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന സെക്ഷൻസ് മാത്രം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണേ എന്ന്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റായി ചോദിക്കുന്ന വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിൽ അടുപ്പിച്ചുള്ള കുറേ സെക്ഷൻസ് പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുഴുവനായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. CSEBയുടെ പരീക്ഷയ്ക്കും PSC നടത്തിയ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് പരീക്ഷ എഴുതാൻ പോകാം. ഇനി വരുന്ന KS കാർഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം അല്ലെങ്കിൽ അപ്പെക്സ് LDC രണ്ടിനും കൂടെ ഒരു പരീക്ഷയാണ്. അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് വന്നു ഡിസംബർ 18. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് എന്തായാലും ഒരു 5-6 മാർക്കിൻ്റെയെങ്കിലും സെക്ഷൻസ് ചോദിക്കും. അപ്പോൾ ആ സെക്ഷൻസ് 110 സെക്ഷൻ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് കേട്ടിട്ട് പോകാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അതിലെ സെക്ഷൻ 3 രജിസ്ട്രാർ, സെക്ഷൻ 3 രജിസ്ട്രാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഒള്ളി. 1969 KCS ആക്ട് അനുസരിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ മാത്രമായിരിക്കണം. അടുത്തത് സെക്ഷൻ 6. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷയ്ക്കും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് വിത്ത് വിച്ച് സെക്ഷൻ? അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വന്നൊരു ക്വസ്റ്റ്യനാണ്. സെക്ഷൻ 6 ആണ്. സെക്ഷൻ 7 രജിസ്ട്രേഷൻ. സെക്ഷൻ 7 ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊസീജിയർ എന്താണ്? രജിസ്ട്രേഷൻ. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 8A. സെക്ഷൻ 8A അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനകം അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 8A. അടുത്ത സെക്ഷൻ പഠിക്കേണ്ടതാണ് സെക്ഷൻ 12. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 12. സെക്ഷൻ 13 വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് കം ഇൻ ടു ഫോഴ്സ്. എന്ന് മുതലാണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ നിലവിൽ വരുന്നത്? പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത തീയതി മുതലാണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ പ്രാബല്യത്തിൽ വരുന്നത്. അടുത്തത് സെക്ഷൻ 14A. സെക്ഷൻ 14A 14A പ്രൊവിഷൻ റിഗാർഡിംഗ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഓർ ലയബിലിറ്റീസ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. 14A അനുസരിച്ച് പറയുന്നത് DCBയുടെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അസറ്റും ലയബിലിറ്റിയും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള പ്രൊവിഷനാണ് സെക്ഷൻ 14A. കേരള ബാങ്ക് രൂപീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ സെക്ഷൻ 14Aയും ഓർത്തു വെക്കുക. കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട 2 സെക്ഷനിൽ ഒന്ന് ഇവിടെ പഠിക്കുക. അടുത്തത് സെക്ഷൻ 14AA 14AA പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർമാരുടെ എന്താണ് എക്കണോമിക് വെൽഫെയറിന് പ്രൊമോഷൻ കൊടുക്കണം, അല്ലെങ്കിൽ പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിനു വേണ്ടിയിട്ട്
സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 14A. അടുത്തത് സെക്ഷൻ 15, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലായി പോകും. ആ ക്യാൻസലേഷനുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ സെക്ഷനാണ് സെക്ഷൻ 15. സെക്ഷൻ 15 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അടുത്തത് സെക്ഷൻ 16, ചാപ്റ്റർ 3 പഠിക്കുന്നതാണ് സെക്ഷൻ 16. പേഴ്സൺ ഹൂ മേ ബിക്കം മെമ്പേഴ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആകാൻ ആർക്കൊക്കെ സാധിക്കും, അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആകാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 16. അടുത്തത് സെക്ഷൻ 17, എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിനെ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പർ, സെക്ഷൻ 17. സെക്ഷൻ 18, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. വോട്ടവകാശമില്ലാത്ത നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 18. അടുത്തത് സെക്ഷൻ 20, വോട്ട് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ വോട്ടിങ്ങിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 20. സെക്ഷൻ 20. അടുത്തത് സെക്ഷൻ 23, റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർമാരുടെ കൈവശമിരിക്കുന്ന ഷെയർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എത്ര നാളിനകമാണ്? നമ്മൾ റെസ്ട്രിക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഒരാൾ അക്യൂർ ചെയ്യുന്ന ഷെയർ 3 വർഷമെങ്കിലും കഴിയാതെ വിഡ്രോ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പാടില്ല. അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 23. അടുത്തതാണ് മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ പഠിക്കേണ്ടതാണ് സെക്ഷൻ 27, ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫൈനൽ അതോറിറ്റി ആരാണ്, അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 27. അടുത്തത് സെക്ഷൻ 28A, 28A, റിസർവേഷൻ ഓഫ് വുമൺ മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ എ കമ്മിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മിറ്റിയിലുള്ള വുമൺ മെമ്പേഴ്സിനുള്ള റിസർവേഷൻ എത്രയാണ്, SC/ST മെമ്പേഴ്സിനുള്ള റിസർവേഷൻ എത്രയാണ്, അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 28A. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അടുത്തത് സെക്ഷൻ 28AA, റിസർവേഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബാങ്കിങ് എക്സ്പീരിയൻസ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ ദ കമ്മിറ്റി ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സീറ്റ് റിസർവ് ചെയ്ത് വെച്ചേക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക്, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് എന്താണ് ഒരു സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ റിസർവേഷനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 28AA. അടുത്തത് സെക്ഷൻ 28AB, പലതവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. സെക്ഷൻ 28AB, ഇലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര. പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഇലക്ഷൻ, റിമൂവൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് AB. അടുത്തത് സെക്ഷൻ 29, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിനെ കുറിച്ച് പറയുന്നതാണ് എന്താണ് സെക്ഷൻ 29. അടുത്തത് സെക്ഷൻ 30, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. അടുത്തത് സെക്ഷൻ 31, നോമിനീസ് ഓഫ് ഗവൺമെന്റ് ഓൺ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അതായത് ഗവൺമെന്റിലേക്കും അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിലേസിന് എന്താണ് അപ്പെക്സ് സൊസൈറ്റിയിലേക്കും സെൻട്രൽ സൊസൈറ്റിയിലേസിനും എത്ര നോമിനീസിനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാം? നേരത്തെ ആണെങ്കിൽ നോട്ട് മോർ ദാൻ 3 എന്നുള്ള ആൻസർ ആയിരുന്നു. അതിന് മാറ്റം വരുത്തി നോട്ട് മോർ ദാൻ 2 ആണിപ്പോൾ എന്താണ് നോമിനീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഗവൺമെന്റ് നോമിനീസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് 2 എണ്ണമാണ്, 2 പേരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അടുത്തതാണ് സെക്ഷൻ 32, സൂപ്പർസെഷൻ ഓഫ് കമ്മിറ്റി. അപ്പം അത് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനിയും നമുക്ക് ചാപ്റ്റർ 5 പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള പ്രിവിലേജസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 സെക്ഷനെങ്കിലും പഠിച്ചിട്ട് പോകുക. സെക്ഷൻ 35, ഫസ്റ്റ് ചാർജ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ സർട്ടൻ അസറ്റ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ഒരു പ്രിവിലേജ് ആണ് ഫസ്റ്റ് ചാർജ്. ആ ഫസ്റ്റ് ചാർജ് കുറച്ച് അസറ്റിന്മേലുള്ള
ഫസ്റ്റ് ചാർജ് അതിനെപ്പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 35. അടുത്തത് സെക്ഷൻ 36A. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഗെഹാൻ. ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ബോറോവർ ബൈ ക്രിയേറ്റിംഗ് ഗെഹാൻ. മൂവബിൾ പ്രോപ്പർട്ടിയുടെ മേലിലോ ഇമൂവബിൾ പ്രോപ്പർട്ടിയിൽ മേലിലോ ഗെഹാൻ ചാർജ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 36A. അടുത്തത് സെക്ഷൻ 40. എക്സംഷൻ ഫ്രം സർട്ടൻ ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനുള്ള പ്രിവിലേജ് ആണ് ചില തരത്തിലുള്ള ടാക്സിൽ നിന്ന്, ഫീസിൽ നിന്ന്, ഡ്യൂട്ടീസിൽ നിന്നൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 40. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത്രയും ഭാഗങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 2 കൂടെ കാണുക. 110 സെക്ഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത്രയുമെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുക. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.